ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠം 8 പെയ്യട്ടങ്ങനെ പെയ്യട്ടെ എന്ന പാഠത്തിലെ കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. തവളയുടെ ചിത്രം വരയ്ക്കൂ. ദേ ഇവിടെ ഒരു തവളയുടെ ചിത്രം നമ്മൾ വരയ്ക്കണം. ഇനി ഒരു കഥയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ചിത്രം കണ്ടോ? ചിത്രത്തിലെ എന്തൊക്കെ കൂട്ടുകാർ കാണുന്നത്? നമുക്ക് നോക്കിയാലോ കഥ. ഇവിടെ ഒരു തവളേനെ വരയ്ക്കണം. ഈ കുളവും വറ്റി, ആ ഡാഷ് വറ്റി. എന്താവും തവള പറഞ്ഞിട്ടുണ്ടാവുക? വേനൽക്കാലമായി. അപ്പം നമ്മുടെ തവള എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഈ കുളവും വറ്റി, ആ കുളവും വറ്റി. ഇവിടെ കുളവും എഴുതണം. വറ്റാത്ത കുളമുണ്ടാവുമോ? തവള ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ കുളവും വറ്റി, ആ കുളവും വറ്റി, വറ്റാത്ത കുളമുണ്ടാവുമോ? അങ്ങനെ തവള കുളം ഡാഷ് പുറപ്പെട്ടു. അങ്ങനെ തവള കുളം തേടി പുറപ്പെട്ടു. കുളത്തിലെ വെള്ളമൊക്കെ വറ്റിയില്ലേ? അപ്പൊ തവള എന്താവും ചെയ്തിട്ടുണ്ടാവുക? തവള കുളം തേടി പുറപ്പെട്ടു. അപ്പൊ ആ ഡാഷ് ഇട്ടോടുത്ത് എന്ത് ചെയ്യണം? ആ ഡാഷ് ഇട്ടോടുത്ത് തേടി എന്നെഴുതണം. കുളം തേടി പുറപ്പെട്ടു. കണ്ടോ? തവള കുളം തേടി പുറപ്പെട്ടേക്കണത് കണ്ടോ? കുളത്തിൽ വെള്ളം ഇല്ലാലേ, കുളമൊക്കെ വറ്റി. ഇനി വെള്ളമുള്ള കുളം തേടിയിട്ടും നമ്മുടെ തവള പുറപ്പെട്ടേക്കാണ്. തവള ഒത്തിരി ദൂരം സഞ്ചരിച്ചു, ചാടി സഞ്ചരിച്ചു. അപ്പോൾ സഞ്ചാരിക്കാക്ക അതുവഴി വന്നു. നോക്കൂ കൂട്ടുകാരെ, അടുത്ത പേജിലെ സഞ്ചാരിക്കാക്കനെ കണ്ടുവോ? സഞ്ചാരിക്കാക്കനെ ദേ സഞ്ചാരിക്കാക്ക. സഞ്ചാരിക്കാക്ക അതുവഴി വന്നു. ഡാഷ് ഇവിടെ അടുത്ത് കുളം ഡാഷ്. എന്താവും തവള ചോദിച്ചിട്ടുണ്ടാവുക? തവള ചോദിച്ചിട്ടുണ്ടാവും, സഞ്ചാരിക്കാക്കേ ഇവിടെ അടുത്ത് കുളം ഉണ്ടോ? അല്ലേ? അതല്ലേ തവളയ്ക്ക് ആവശ്യം. വറ്റാത്ത കുളം തേടിയല്ലേ തവള പോകുന്നത്. സഞ്ചാരിക്കാക്കനെ കണ്ട തവള എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? സഞ്ചാരിക്കാക്കേ. അപ്പൊ ഡാഷ് ഇട്ടോടുത്ത് എന്ത് എഴുതണം? സഞ്ചാരിക്കാക്കേ ഇവിടെ അടുത്ത് കുളം ഡാഷ്. കുളം എന്താ ചോദിക്കുക? ഉണ്ടോ? അതെങ്ങനെ മനസ്സിലായത്? ദേ കാക്ക പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താ? ഉണ്ടല്ലോ. കുളം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്ത് പറഞ്ഞത് സഞ്ചാരിക്കാക്ക? ഉണ്ടല്ലോ. അപ്പൊ എന്താവും നമ്മുടെ തവളവും ചോദിച്ചിട്ടുണ്ടാവുക? കുളം ഉണ്ടെന്ന് സഞ്ചാരിക്കാക്ക പറഞ്ഞപ്പോ തവള ചോദിച്ചിട്ടുണ്ടാവും എന്ത്? എവിടെ? കുളം എവിടെയാന്ന് നമ്മുടെ തവളയ്ക്ക് അറിയില്ല. അങ്ങനെ തവള ചോദിച്ചു എവിടെ? അപ്പൊ നമ്മുടെ സഞ്ചാരിക്കാക്ക പറഞ്ഞു, ദാ ആ പറങ്കിമാവിന്റെ അപ്പുറത്ത്. ഇനി അടുത്തത് സഞ്ചാരിക്കാക്കയുടെ ചിത്രം കണ്ടു. ഡാഷ് കുളം തിരയുന്നത്. സഞ്ചാരിക്കാക്ക ചോദിച്ചു, എന്തിനാണ് കുളം തിരയുന്നത്? അപ്പൊ നമ്മുടെ തവള പറഞ്ഞു, കുളിക്കാൻ. അപ്പൊ സഞ്ചാരിക്കാക്ക എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ദേ ഇവിടെ എഴുതണം. സഞ്ചാരിക്കാക്ക എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ആ കുളത്തിലും വെള്ളം കുറവാണ്, നിനക്ക് കുളിക്കാൻ വെള്ളം ഉണ്ടാകും. ആ കുളത്തിലും വെള്ളം കുറവാണ്, എങ്കിലും നിനക്ക് കുളിക്കാനുള്ള വെള്ളം ഉണ്ടാവും. തവളയ്ക്ക് കുളിക്കാനുള്ള വെള്ളം അവിടെ ഉണ്ടാവുമെന്ന് സഞ്ചാരിക്കാക്ക പറഞ്ഞു. പിന്നെ അടുത്ത പേജില് എന്താണ്ടായത്? ആമ നോക്കി, തവളയും നോക്കി. തവള കുളക്കരയിൽ എത്തി ഒറ്റ ചാട്ടം. ദേഹം മുഴുവൻ ചെളിയായി. തവള കുളത്തിന്റെ മധ്യത്തിലുള്ള പാറയിൽ കയറി. അത് പാറയല്ലായിരുന്നു, ഒരു ആമയായിരുന്നു. ആമ നോക്കി, ഒരു ഭീകര ജീവി. ആമ ഭയന്നു. അയ്യോ രക്ഷിക്കണേ! ആമ നിലവിളിച്ചു. പാറ നിലവിളിക്കുന്നത് കേട്ട തവളയും ഭയന്നു. അയ്യോ രക്ഷിക്കണേ! തവള നിലവിളിച്ചു. നോക്കി, രണ്ട് ചിത്രം കണ്ടോ? ആമയും തവളയും. എന്താവും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവുക? നോക്കിയേ, തവള എന്താ പറഞ്ഞേ? എന്താവും ഇവര് പറഞ്ഞിട്ടുണ്ടാവുക? തവളയുടെ അവിടെ ഏരോ ഇട്ടിട്ട് തവള എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? അയ്യോ രക്ഷിക്കണേ അല്ലേ? പേടിച്ചിട്ട് തവള പറഞ്ഞിട്ടുണ്ടാവുക എന്താ? അയ്യോ രക്ഷിക്കണേ. ആമ എന്താ പറഞ്ഞത്? ആമയും പറഞ്ഞത് അത് തന്നെയല്ലേ, അയ്യോ രക്ഷിക്കണേന്ന്. അവര് രണ്ടാളും പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോഴാണ് രണ്ടാളും അങ്ങടും ഇങ്ങടും നോക്കിയത്.
അപ്പൊ നമ്മുടെ ആമ ചോദിച്ചു, നീയായിരുന്നോ? തവളേനെ നോക്കിയിട്ട് ആമ ചോദിക്കുക, നീയായിരുന്നോ? പിന്നെ എന്താവുക ആമ പറഞ്ഞിട്ടുണ്ടാവുക? എന്തിനാണ് എൻ്റെ കുളത്തിൽ നീ വന്നതെന്ന് ആമ ചോദിച്ചു. അപ്പം നമ്മുടെ തവള എന്താവും പറയുക? തവള ഡാഷ് കുളമോ എന്ന് ഇതിൻ്റെ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? നിന്റെ കുളമോ? നിന്റെ എന്നവിടെ എഴുതണം. നിന്റെ കുളമോ? ഹഹ, ഇത് എല്ലാവരുടെയും കുളമാ. അങ്ങനെ തവള ദേഷ്യം വന്നിട്ട് പറഞ്ഞു. അപ്പം നമ്മുടെ ആമ പറഞ്ഞു, ആ ഡാഷ് നോക്കൂ. ആ എന്താവും നോക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക? പരസ്യപ്പലക കണ്ടോ? അവിടെ അന്യർക്ക് പ്രവേശനമില്ല എന്നുള്ള ഒരു പരസ്യപ്പലക കണ്ടോ? അങ്ങനെ അവർ തമ്മിൽ കലഹമായി. പരസ്യപ്പലകയിൽ എന്താ എഴുതിയേക്കണത്? അന്യർക്ക് പ്രവേശനമില്ല എന്ന്. അങ്ങനെ അവർ തമ്മിൽ കലഹമായി. അടുത്ത പേജിൽ പറയണത്, ഇതൊക്കെ കണ്ടു നിന്ന് നമ്മുടെ സഞ്ചാരിക്കാക്ക എന്തു പറഞ്ഞു? കഷ്ടം കഷ്ടം, കലഹം നിർത്തു. ബഹളം കേട്ട് ജീവികൾ ഒത്തുകൂടി. കണ്ടുവോ? കുറേ ജീവികളെ കണ്ടുവോ? ആരൊക്കെയാ? ആന, ജിറാഫ്, പുലി, എലി, കുരങ്ങൻ, അങ്ങനെ ഒരുപാട് ജീവികള് ഇവരുടെ ബഹളം കേട്ടിട്ട് അവിടെ വന്നു. ആ ജീവികൾ ചോദിക്കണത് എന്താ? എന്തിനാണ് നിങ്ങൾ കലഹിക്കുന്നത്? ഏതെല്ലാം ജീവികൾ? ചിത്രം നോക്കി എഴുതൂ. ഈ ഭാഗത്ത് ഞങ്ങൾ ഇവിടെ കണ്ട ജീവികളുടെ പേരെഴുതണം. ഏതൊക്കെ ജീവികളാ നിങ്ങൾ കണ്ടത്? ജിറാഫ്, ആന, പിന്നെ കാട്ടുപോത്ത്, സിംഹം, പുലി, കുരങ്ങൻ, സഞ്ചാരിക്കാക്ക, എലി, പിന്നെ നമ്മുടെ തവള, ആമ. അപ്പൊ ഈ ജീവികളുടെ പേരൊക്കെ ഇവിടെ എഴുതണം. ഇനി ചീങ്കണ്ണി വന്നു പരസ്യപ്പലക വെട്ടി എഴുതി. ചീങ്കണ്ണീനെ കണ്ടുവോ? ചീങ്കണ്ണി എന്താണ് എഴുതിയത്? അന്യർക്ക് പ്രവേശനമില്ല എന്നുള്ളത് വെട്ടിയിട്ട് അവിടെ എന്ത് എഴുതി? ആരും അന്യരല്ല, അല്ലേ? ആരും ഈ കുളത്തിലേക്ക് വരുന്ന ആരും അന്യരല്ല എന്നുള്ള പരസ്യപ്പലക അവിടെ വെച്ചു. ആന തുമ്പിക്കൈ നീട്ടി ആമയെ എടുത്തു കരയിലിട്ടു. എല്ലാവരും മൂക്കുപൊത്തി. ദുർഗന്ധം. അപ്പൊ ബാക്കിയുള്ളവരെന്താ മൂക്കുപൊത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? ദുർഗന്ധം ദുർഗന്ധം. എന്താ ദുർഗന്ധം എന്ന് പറഞ്ഞ? ദുർഗന്ധം എന്ന് പറഞ്ഞ പൊട്ട മണം. ചെളിവെള്ളത്തിന്റെ ഡാഷ്. ചെളിവെള്ളത്തിന്റെ എന്താ ഉണ്ടായി അവിടെ? ചെളിവെള്ളത്തിന്റെ മണമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ചെളിവെള്ളത്തിന്റെ മണം. കുളം നിറയണം, മഴ പെയ്യണം, മേഘത്തെ വിളിക്കാം. അങ്ങനെ നമ്മൾ മഴ പെയ്യാൻ വേണ്ടി മേഘത്തെ വിളിക്കണില്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്? ആ ഭാഗത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ മേഘം വന്നു, മഴ പെയ്തു. കുട്ടികളൊക്കെ വിളിച്ചപ്പോ മഴ പെയ്തില്ലേ? അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗമാണ് ഇവിടെ വീണ്ടും കൊടുത്തിരിക്കുന്നത്. മഴ പെയ്തു, കുളം നിറഞ്ഞു. അപ്പൊ നോക്കിയേ, മഴയൊക്കെ പെയ്തു, കുളമൊക്കെ നിറഞ്ഞപ്പോ ആമയും തവളയും ഉണ്ട് അവിടെ അല്ലേ? അപ്പൊ അവര് എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ ആമ പറഞ്ഞു, വരൂ തവളക്കൂട്ട, നമുക്ക് കുളത്തിൽ നീന്തി കളിക്കാംന്ന് ആമ പറഞ്ഞു. ആമയും തവളയും നീന്തൂലേ? കുളത്തിൽ നീന്താൻ കഴിയും. അപ്പൊ തവള എന്താ പറഞ്ഞേ? തവള പറഞ്ഞു, ഇനി നീ എന്നോട് വഴക്കിടുമോ? അങ്ങനെ അവര് രണ്ടാൾ എന്തായി? നല്ല കൂട്ടുകാരായി. അവരുടെ വഴക്കൊക്കെ തീർത്ത് അവര് നല്ല കൂട്ടുകാരായി. എല്ലാവർക്കും ആമയെ ഇഷ്ടമായി. എന്താ ആമേനെ ഇഷ്ടാവാൻ കാരണം? ആമ വഴക്കൊക്കെ തീർത്ത് തവളക്കൂട്ടിനെ കൂട്ടത്തിൽ വിളിച്ചൂലേ? നീന്തി കളിക്കാൻ വേണ്ടി വിളിച്ചൂലേ? അങ്ങനെ എല്ലാവർക്കും ആമയെ ഇഷ്ടായി. വാ തവളെ, പുറത്തു കയറൂ, ആമ ക്ഷണിച്ചു. തവള പുറത്തു കയറി. പിന്നാലെ മീനുകളുടെ ജലഘോഷയാത്ര. അത് ഗംഭീരമായി. കണ്ടുവോ? ആമയുടെ പുറത്ത് തവള കയറിയിട്ട് അവര് നീന്തണത്. പിന്നാലെ കുറേ മീനുകള്. ജലഘോഷയാത്ര അത് ഗംഭീരമായി. അടുത്ത പേജിൽ പറയുന്നത്, ആരോ പുതിയ പരസ്യപ്പലക വെച്ചു. കുളം. പിന്നെ എന്താ അവിടെ എഴുതുക? കുളം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കുളം മലിനമാക്കരുത് എന്നുള്ളൊരു പരസ്യപ്പലക അവിടെ വെച്ചു. കണ്ടോ? എല്ലാ ജീവികൾക്കും കുളം എന്താണ്? അവകാശപ്പെട്ടതാണെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് വരാം. അതുവരേക്കും ബായ്.